Hello everyone. Today we are discussing about one-dimensional infinite square well potential or particle in a box. Consider a particle of mass small letter m confined in a potential well of infinite depth and finite width capital L moving along x direction. The particle is bouncing back and forth between the walls of the box. Potential energy is capital V is equal to 0 everywhere within the walls and V is equal to infinity outside the wall. അതായത് ഒരു ബോക്സിൻ്റെ അകത്ത് എം മാസുള്ള ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വോൾസിലൊക്കെ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് എന്താണ് അതിങ്ങനെയൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും അവിടെ മാക്സിമം ആയിരിക്കും. കൈനറ്റിക് എനർജി മാക്സിമം ആകുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും V is equal to 0 ഇൻസൈഡ് ദി ബോക്സ്. ദെൻ അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x is equal to 0യും x is equal to L ആയിരിക്കും. Then we can say that V is equal to 0 for 0 less than x less than L and V is equal to infinity for x less than or equal to 0 and x greater than or equal to L. അതായത് ബോക്സിൻ്റെ റീജിയൻ, അതായത് ബോക്സിൻ്റെ അകത്ത് എന്തായിരിക്കും, ബോക്സിൻ്റെ അകത്ത് വിയുടെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജി അവിടെ മാക്സിമം ആണ്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ 0 ആയിരിക്കും. ഔട്ട്സൈഡ് ദി ബോക്സ്, അതായത് ആ ഒരു വെല്ലിൻ്റെ പുറത്ത് എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് 0നേക്കാൾ മുന്നേ ഉള്ള റീജിയനും എല്ലിന് ശേഷമുള്ള റീജിയനും, അതായത് ഈ ഒരു റീജിയനും ഈ ഒരു റീജിയനിലും എന്തായിരിക്കും ഔട്ട്സൈഡ് ദി ബോക്സ് ആണ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ അവിടെ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി അക്യുറേറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ വിയുടെ ടേം ഉണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ബോക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ നമ്മളെന്താണ് ഈ ഒരു ബോക്സ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ നമ്മൾ 2 റീജിയനായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. റീജിയൻ 1 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി ബോക്സ് ആണ്. ദാറ്റ് ഈസ് V is equal to infinity for x less than or equal to 0 and x greater than or equal to L. Okay, then apply this condition in one-dimensional Schrodinger equation. Then we get dou square psi by dou x square plus 2m by h cross square e minus v എന്നുള്ളടത്ത് എന്താണ് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ e മൈനസ് ഇൻഫിനിറ്റി psi is equal to 0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇയിൽ നിന്ന് ഇൻഫിനിറ്റി സബ്സ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ചെറിയ എമൗണ്ടാണ്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇൻഫിനിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് ഇൻഫിനിറ്റി ആണ് അവിടെ വരിക. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി സൈ ഇസ് ഈക്വൽ ടു 0. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ. നമുക്ക് എന്താണ് ഔട്ട്സൈഡ് ദി ബോക്സിലെ വേവ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ മൈനസ് എന്നുള്ള ടേം ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻഫിനിറ്റി സൈ. Then we want to find psi. Then psi is equal to h cross square by 2m 1 by infinity dou square psi by dou x square. എന്നാൽ 1 by ഇൻഫിനിറ്റിയുടെ വാല്യൂ നമുക്കറിയാം. We know that the value of 1 by infinity is equal to 0. Then we get psi is equal to 0 outside the box. അതായത് ബോക്സിൻ്റെ പുറത്ത് എന്താണ് വേവ് ഫംഗ്ഷൻ ഇല്ല. നമുക്കറിയുന്ന കാര്യമാണ് വേവ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാവുക. വേവ് ഫംഗ്ഷൻ പാർട്ടിക്കിളിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്താണ്. അപ്പോൾ ബോക്സിൻ്റെ അകത്തെ വേവ് ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബോക്സിൻ്റെ പുറത്ത് എന്തായിരിക്കും വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റീജിയൻ 2 ഇൻസൈഡ് ദി ബോക്സ്, ദാറ്റ് ഈസ് V is equal to 0 for x 0 ലെസ് ദാൻ x ലെസ് ദാൻ L. അപ്പോൾ എന്താണ് ഈ ഒരു കണ്ടീഷൻ നമ്മളുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണ്. ദെൻ വി ഗെറ്റ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ. വിയുടെ വാല്യൂ എന്തായിരിക്കും അവിടെ 0 ആയിരിക്കും. ദെൻ ഇ മൈനസ് 0 സൈ ഇസ് ഈക്വൽ ടു 0. ദെൻ വി ഗെറ്റ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ സൈ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ putting 2m e by h cross square is equal to k square.
അതായത് ഇപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമാണ്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് 2m അതുപോലെ h², ഇതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമ്മൾ k² ഇക്വേറ്റ് ചെയ്യാണ്. ദെൻ ഇക്വേഷൻ 1 ബിക്കംസ് ∂² ψ/∂x² പ്ലസ് k² ψ = 0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എന്താണ് നമുക്ക് ഔട്ട്സൈഡ് ദി ബോക്സ് കിട്ടിയ പോലെ അത്രയും എളുപ്പത്തിൽ വേവ് ഫംഗ്ഷൻ ഇൻസൈഡ് ദി ബോക്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്ത് സൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം എന്താണ് ഈ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് സൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? a sin kx പ്ലസ് b cos kx ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമ്മളെന്താണ് ഇതിൽ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ കെയുടെ വാല്യൂ എന്താണ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് സൈയുടെ വാല്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് ഇൻസൈഡ് ദി ബോക്സിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് എഴുതിയ കാര്യം, അതായത് ഇപ്പോൾ ഇതൊരു ബോക്സാണ്. ഈ ബോക്സിൻ്റെ x = 0ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ x = Lൻ്റെ റൈറ്റ് സൈഡ് എന്തായിരിക്കും? വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് എന്ത് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ to find the value of constant a and b, apply boundary condition since it is possible to find the particle outside the box. Then psi is equal to 0 for x less than or equal to 0. അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഇതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ദെൻ psi is equal to 0 for x greater than or equal to L. അതാണ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് psi is equal to 0 for x less than or equal to 0. അത് നമ്മളുടെ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യാണ്. എന്താണ് സൊല്യൂഷൻ? psi is equal to a sin kx പ്ലസ് b cos kx. ദെൻ സൈയുടെ വാല്യൂ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 is equal to a sin kx. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ a sin 0 പ്ലസ് b cos 0 വരും. ദാറ്റ് ഈസ് സൈൻ 0 വാല്യൂ എന്താണ്? 0 ആണ്. കോസ് 0ൻ്റെ വാല്യൂ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? b is equal to 0 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അപ്പോൾ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക? നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? psi is equal to 0 for x greater than or equal to L. അതായത് എക്സ് എല്ലാം ആവുമ്പോൾ സൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മളുടെ ജനറൽ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈയുടെ വാല്യൂ 0 is equal to a sin kx ആണ്. അപ്പോൾ a sin kl, എക്സിൻ്റെ സ്ഥാനത്ത് L കൊടുക്കുക, പ്ലസ് ബിയുടെ വാല്യൂ 0 ആയിട്ട് കിട്ടിയിടും. അപ്പോൾ ആ ടേം എന്താവും? 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതുവരെ കിട്ടി. 0 is equal to a sin kl എന്ന് കിട്ടി. ഇനി നമുക്കറിയാം എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും ഒരുമിച്ച് 0 ആവില്ല. അപ്പോൾ എന്താണ്? a not equal to 0. ദെൻ എന്താണ് 0 ആവുക? സൈൻ കെ എൽ ആയിരിക്കും. അപ്പോൾ എന്താണ് 0 ആവുക? അപ്പോൾ സൈൻ കെ എൽ 0 ആവുമ്പോൾ കെ എല്ലിന് ഏതൊക്കെ വാല്യൂസ് കിട്ടാം? നമുക്കറിയാം സൈൻ്റെ ഏതൊക്കെ വാല്യൂസാണ്? 0, സൈൻ 0, സൈൻ 118, സൈൻ 316. അതായത് എൻ പൈയുടെ മൾട്ടിപ്പിൾസ് ആണ് എന്ത് 0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കെ എല്ലിന് എന്തായിട്ട് എഴുതാം? കെ എൽ is equal to n pi എന്ന് എഴുതാം. n is the integer. Then we get k is equal to n pi by L. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ കെയുടെ വാല്യൂ കിട്ടി. ദെൻ ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൊല്യൂഷൻ്റെ ഫോം എന്താണ്? സൈൻ is equal to a sin n pi by L x. That is equation number 4. Then നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ? ഇൻസൈഡ് ദി ബോക്സ് എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് 0ക്കും Lനും ഇടയിലാണ്. അവിടെ
അതിനെ കാണാനുള്ള പ്രോബബിലിറ്റി, അതായത് മോഡ് സൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതായത് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾ അറ്റ് എ ടൈം ഒരു റീജിയനിൽ എക്സിസ്റ്റഡ് ആവണമെങ്കിൽ അറ്റ് എ ടൈം അതിനൊരു സ്ഥലത്ത് മാത്രമേ കാണാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പാർട്ടിക്കിൾ എക്സിസ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഒരു ഇൻസൈഡ് ദി ബോക്സ് എന്നുള്ള ഒരു റീജിയനിൽ ഈ മോഡ് സൈ സ്ക്വയർ അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. മോഡ് സൈ സ്ക്വയറിനെ അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈന് നമ്മൾ പറയണതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഈ ഒരു റീജിയനിൽ അതിനെ കാണാനുള്ള പ്രോബബിലിറ്റി 1 ആയാൽ മാത്രമാണ് പാർട്ടിക്കിൾ എക്സിസ്റ്റഡ് ആവുള്ളൂ. ദാറ്റ് ഈസ് ദി നോർമലൈസേഷൻ കണ്ടീഷൻ. ഈ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എയുടെ വാല്യൂ കിട്ടുക. ദെൻ നമുക്ക് അപ്ലൈ ചെയ്യാം 0 to L മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ നമ്മൾ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ സൈൻ nπ/Lx ഇൻറ്റു എ സൈൻ nπ/Lx dx is equal to 1. ദെൻ നമുക്കറിയാം എ ഇൻറ്റു എ സ്ക്വയർ, അത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. ബാക്കി 0 to L സൈൻ സ്ക്വയർ nπ/Lx dx. nπ/L ഇവിടെ ഒരു എക്സ് ഉണ്ട് കേട്ടോ. nπ/Lx dx is equal to 1. ദെൻ നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്, cos 2x എന്ന് പറയുന്നത് 1 - 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് എന്തായിരിക്കും? സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 - cos 2x/2 അല്ലേ? 1 - cos 2x/2 കിട്ടും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്താണ്, ഈ ഇൻ്റഗ്രേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 1 - cos 2, എക്സിൻ്റെ സ്ഥാനത്ത് nπx/L. അപ്പോൾ nπx/L dx is equal to 1. ദെൻ എന്താണ്, നമ്മൾ ഇതിന് ഇൻ്റഗ്രേഷൻ കൊടുക്കുക. 1ന് ഇൻ്റഗ്രേഷൻ എക്സ്, കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ. അപ്പോൾ സൈൻ 2nπx/L ഡിവൈഡ് ബൈ 2nπ/L ലിമിറ്റ് 0 to L is equal to 1 വരും. ഇനി സൈൻ്റെ സൈൻ 2nπ എത്രയാണെങ്കിലും എന്താണ്, 0 ആയിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഈ സെക്കൻഡ് ടേം കംപ്ലീറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? a²/2 ഇൻറ്റു L വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ വി ഗെറ്റ് a is equal to √2/L. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി എയുടെ വാല്യൂ എന്താണ്, നമ്മളുടെ നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ എന്താണ് അപ്ലൈ ചെയ്യുക. അതായത് ഈ ഒരു ഇക്വേഷൻ 4ൽ അപ്ലൈ ചെയ്താൽ നമ്മളുടെ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് √2/L sin nπ/Lx. ദിസ് ഈസ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ L. ഓക്കെ. ദെൻ നമുക്ക് എനർജി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് എനർജി ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ഓൾറെഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. 2me/h² എന്ന് പറയുന്നത് k² ആണ്. അപ്പോൾ നമുക്ക് എനർജി ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എനർജീനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് k²h²/2m ചെയ്യുമ്പോൾ നമ്മൾ കെയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് nπ/L ആണ്. അതിൻ്റെ സ്ക്വയർ ഇൻറ്റു h²/2m ചെയ്യുമ്പോൾ n² π² h² ഡിവൈഡ് ബൈ 2ml² വരും. അതായത് എന്നിന് 1, 2, 3 അങ്ങനെ ഓരോ എനർജി ലെവലിലും എന്താണ് നമുക്ക് എനർജിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈസ് ഈക്വൽ ടു n² π² h² ഡിവൈഡ് ബൈ 2ml² ആണ് എന്ത്, ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എനർജി ഫോർ n ഈസ് കോൾഡ് എനർജി ഐഗൺ വാല്യൂസ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സൈൻ ഇസ് ഈക്വൽ ടു √2/L സൈൻ nπ/Lx-നെയാണ് നമ്മൾ എനർജി ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് എനർജി വാല്യൂ എന്തായിരിക്കും? എന്നിന് 1 കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും ഗ്രൗണ്ടഡ് എനർജി എന്ന് പറയുന്നത്. അത് π² h² 2ml² ആണ്. അതിനെയാണ് നമ്മൾ 0 പോയിൻ്റ് എനർജി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? √2/L സൈൻ എന്നിന് 1 കൊടുക്കുമ്പോൾ nπ അല്ല π/Lx വരും. എന്നിന് 2 കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു നോഡ് ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഒരു നോഡ് ഉണ്ടാവുള്ളൂ. എന്നിന് 2 കൊടുക്കുമ്പോൾ എന്താ വരിക?
2π/L വരും. അപ്പോൾ 2 നോട്ട്സ് വരും. എന്നിന് 3 കൊടുക്കുമ്പോൾ 3π/L വരും. അപ്പോൾ 3 നോട്ട്സ് വരും. ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മോഡ് σ² ആണ്. അതായത് ഇതെന്താണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതിന് ഇവിടെ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ഫസ്റ്റത്തേൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുമ്പോൾ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ 3 പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.